ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ സിപിഎം നേതാവ് പി ജയരാജൻ ഒന്നും പറയാനില്ല എന്നായിരുന്നു ചോദ്യങ്ങളോടുള്ള മറുപടി. ഒന്നും പറയാനില്ല. വിവാദങ്ങൾക്കിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഇതിനിടെ സിപിഎം നേതൃത്വത്തിലുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഇടപാടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെ ജനകീയ സദസ്സുമുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഇപ്പോൾ പി ജയരാജൻ യോഗത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു. വേറെ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണുള്ളത്? ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റു നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിപിഎമ്മിന്റെ ഒരു നേതാക്കളും ഒരു പ്രതികരണത്തിനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സംഭവം. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെത്തിയിട്ടുള്ള എല്ലാ നേതാക്കളും സ്വീകരിച്ചിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി എം പി ജയരാജനോ അല്ലെങ്കിൽ അവിടത്തേക്ക് എത്തിയിട്ടുള്ള ഈ വിവാദത്തിന്റെ ആരോപണ വിധേയനായിട്ടുള്ള പി ജയരാജനോ യാതൊരുവിധ പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. പി ജയരാജൻ ആകെ പ്രതികരിച്ചിട്ടുള്ളത് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ച സമയത്ത് ഇല്ല എന്ന് പറഞ്ഞ് ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് കയറി പോവുകയായിരുന്നു. എന്തായാലും രാഷ്ട്രീയപരമായി കൂടി ഈ മനു തോമസിന്റെ ആരോപണം വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കലക്ടറേറ്റിന് മുമ്പിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഈ വിഷയത്തിൽ നടത്തുകയാണ്. സിപിഎം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയകളുടെ അവിശുദ്ധ ബന്ധം അന്വേഷിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അല്പസമയം മുമ്പാണ് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായും കോൺഗ്രസ് ഉയർത്തുന്നത് സർക്കാരിന് 2 ഉന്നത പദവി വഹിക്കുന്ന പ്രധാനപ്പെട്ട 2 നേതാക്കൾ, അതായത് ഖാദി ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള പി ജയരാജനും അതുപോലെ തന്നെ യുവജന കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള M ഷാജിറും, ഇവർ രണ്ടുപേരും ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയ ബന്ധമുള്ളവരാണ്. അവർക്ക് ഈ സർക്കാരിന്റെ ഈ ഔദ്യോഗിക പദവികളിൽ തുടരാനുള്ള അർഹതയില്ല. ധാർമ്മികമായി തന്നെ അവർ ഇതിനകത്ത് രാജിവെച്ചൊഴിയണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് എന്തായാലും ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായി ഈ കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഷുഹൈബ് കൊലപാതക കേസിൽ ഉൾപ്പെടെ പി ജയരാജന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സിപിഎമ്മിനെ മാത്രമല്ല കണ്ണൂരിലെയും കേരളത്തിലെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടി ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുകയാണ്. വലിയ തോതിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുകയാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജില്ലാ കമ്മിറ്റി യോഗം, CPIMന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 10:30 ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയിട്ടുള്ളത്. പി ജയരാജനെതിരെയുള്ള വിമർശനം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. കാരണം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ പത്രസമ്മേളനം നടത്തി കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചതിന് ശേഷവും പി ജയരാജൻ അത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇടേണ്ടതില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ജില്ലയിലെ പല സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ പി ജയരാജനെതിരെ ഒരു വിമർശനം ഉണ്ടാകാൻ ജില്ലാ സെക്രട്ടറിക്ക് മുകളിലും ഒരു പ്രസ്താവന നടത്തേണ്ടതില്ലായിരുന്നു എന്നുള്ള ഒരു വിമർശനം ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പി ജയരാജനെതിരെ കർശനമായിട്ടുള്ള അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു കഴിഞ്ഞാൽ അത് പി ജയരാജനും അത് കൃത്യമായ രീതിയിൽ കേട്ട് അടങ്ങിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ ചില മനു തോമസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ് ബന്ധങ്ങൾ, അത്തരത്തിൽ ചില വ്യാപാരമായിട്ടുള്ള ഇടപാടുകളെല്ലാം സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് പി ജയരാജൻ ഒരു മറു ആരോപണമായി അതെന്തുകൊണ്ട് എം പി ജയരാജൻ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചില്ല, അതെന്തുകൊണ്ട് പറഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ചിലപ്പോൾ പി ജയരാജൻ മറു ചോദ്യമായി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തു വന്നു കഴിഞ്ഞാലും കണ്ണൂരിലെ CPMൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വിഭാഗീയതയിലേക്ക് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കണ്ണൂരിലെ CPM നീങ്ങുമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലൂടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധങ്ങളുള്ള ഉന്നത CPM നേതാക്കളുടെ ബന്ധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും ഒരു ഭാഗത്ത് നടക്കുന്നു. സ്മൃതി, ശരി. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.